കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. കരം പിടിച്ച് നമ്മെ നടത്തുന്ന കരുണാമയനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഉച്ചാരണങ്ങളുടെ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. മരണത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിവുള്ള ഉന്നതനായ ഒരു ദൈവത്തെയാണല്ലോ നാം സേവിക്കുന്നത്. അവിടുത്തെ കരങ്ങൾ കുറുതായി പോയിട്ടില്ല, ചെവി മന്ദമായി പോയിട്ടില്ല. ഇന്ന് രാത്രിയിലും പകലും ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അവിടെ ശബ്ദം മൺപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദമാണ്, വനങ്ങളുടെ തോലുരിക്കുന്നതാണ്, തൻ്റെ ജനത്തെ ശക്തീകരിക്കുന്നതാണ്, അഗ്നിജാലകളെ ചിഹ്നിക്കുന്നതാണ്. ഡിവൈഡ് ചെയ്യേണ്ടതിന് ഡിവൈഡ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തിനായി ഇന്ന് പകൽ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവിന് നമുക്ക് മഹത്വം കരേറ്റാം. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണല്ലോ നാം സേവിക്കുന്നത്. ആർക്കും നമ്മുടെ വേദനകളും സങ്കടങ്ങളും അറിഞ്ഞ് ഇടപെടാൻ കഴിയാതിരിക്കുമ്പോൾ വേഗത്തിൽ ശീഘ്രമായി ക്ഷണത്തിൽ പെട്ടെന്ന് ഒക്കെ തിരുവഴുത്തിൽ അനേക ഇടത്തങ്ങനെ എഴുതിയിട്ടുണ്ട്. ക്ഷണത്തിലല്ലോ കാര്യം നടന്നത്, ശീഘ്രമായി പ്രവർത്തിക്കും, പെട്ടെന്ന് സംഭവിച്ചു. അങ്ങനെ ആ വാചകങ്ങളൊക്കെ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. സത്യങ്ങളാണ്, നാളുകളായി എഴുതിത്തള്ളിയ വിഷയമാണ്, നടക്കുവാൻ സാധ്യതകളില്ല, ആർക്കും അതിനെ വിടുവിക്കാൻ പറ്റില്ല. പക്ഷേ ക്ഷണത്തിൽ വിടുവിക്കുന്ന, ക്ഷണത്തിൽ അവൻ്റെ നരിയാണികൾ ഉറച്ചു, അവൻ കുതിച്ചെഴുന്നേറ്റു. ഒരു കുതിപ്പ് ക്ഷണത്തിൽ വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മഹത്വം അവിടത്തേക്ക് കരയറ്റാം. നമ്മുടെ ദൈവം ഉന്നതനായ ദൈവമാണ്. ഹല്ലേലൂയ. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. എല്ലാം അവിടുത്തെ മുൻപാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. തൻ്റെ സകല പ്രവൃത്തികളെയും നോക്കുന്ന ഒരു ദൈവം നമ്മളെ കാണാതിരിക്കുമോ, അറിയാതിരിക്കുമോ? ഇന്ന് പകലിലും നമ്മുടെ സകല വിഷയങ്ങളെയും പരിഹരിക്കാൻ കഴിവുള്ളവൻ നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവമേ, നീ എൻ്റെ ദൈവാത്തിക്കാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കുമെന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ദൈവമുഖം അന്വേഷിക്കാൻ അതികാലത്ത് തന്നെ, എല്ലാത്തിൻ്റെ ആരംഭത്തിങ്കിൽ തന്നെ, വിഷയങ്ങളുടെ ആരംഭത്തിങ്കിൽ തന്നെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച്, ദൈവമേ അങ്ങയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തണമേ, അങ്ങയുടെ ഫേവർ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തും. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. നിങ്ങൾ അസാധ്യങ്ങളെ നോക്കി എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത കാര്യമുണ്ടോ? ന്യൂ ടെസ്റ്റ്മെൻറ്റിലും മറിയോടും പറഞ്ഞില്ലേ, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, സാധ്യമായത് പുറത്തു വരും. ഹല്ലേലൂയ. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലെന്ന് ലൂക്കോസ് 1:37 നാം വായിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, എൻ്റെ ദൈവത്തിന് സകലവും സാധ്യം. വിടുവിക്കാൻ, സൗഖ്യമാക്കാൻ, പുറത്തു കൊണ്ടുവരാൻ, പുറപ്പെടുവിക്കാൻ, ശക്തീകരിക്കാൻ, വിളിച്ചു വരുത്താൻ, എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ എൻ്റെ കർത്താവിന് ഒറ്റ സെക്കൻഡ് മതി. ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയാൻ തയ്യാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. മർക്കോസ് സുവിശേഷം 6-ാമത് അധ്യായം 39-ാമത്തെ വാക്യം. ഒത്തിരി പ്രസംഗങ്ങൾ നാം കേട്ട ഭാഗമാണ്. എല്ലാവരെയും പച്ചപ്പുല്ലിൽ
പന്തി പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. അവർ 100 50 വീതം നിരനിരയായി ഇരുന്നു. നമുക്ക് ഈ സംഭവ പശ്ചാത്തലമെല്ലാം അറിയാം. യേശുവിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ഒരു വലിയ സമൂഹം വന്നുകൂടുകയുണ്ടായി. യേശു ഇരിക്കുന്ന ഇടത്തേക്ക് പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ഒക്കെ കാൽനടയായി ആൾക്കാർ അവിടെ കൂടിയെത്തി. യേശു ഈ ജനങ്ങളെ കണ്ട്, ആടുകളെ കണ്ട്, ഇടയനില്ല എന്ന് പറഞ്ഞ് അവരോട് മനസ്സലിഞ്ഞ് അവർക്ക് ശക്തമായ ഉപദേശം കൊടുക്കുവാൻ തുടങ്ങി. നേരം വൈകിക്കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഇത് നിർജ്ജന പ്രദേശമാണ് യേശുവേ. നേരം നന്നായി വൈകി, ഇവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ലാത്തത് കൊണ്ട് ചുറ്റുമുള്ള കുടികളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിക്കാൻ വല്ലതും വാങ്ങേണ്ടതിന് അവരെ പറഞ്ഞയക്കണം. യേശു അതിന് മറുപടി കൊടുത്തു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അവർ വളരെ അസാധ്യമായൊരു കാര്യം നിരത്തി. 200 വെള്ളിക്കാശ് കൊണ്ട് ഇവർക്ക് എങ്ങനെ അപ്പം മേടിച്ചു കൊടുക്കാൻ പറ്റും? യേശു ഉദ്ദേശിച്ചതല്ല. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കാത്ത പ്രവൃത്തി നിങ്ങൾക്ക് നടക്കും. പക്ഷേ അവരവിശ്വസിച്ചു. അവർ 200 അസാധ്യങ്ങൾ നിരത്തിയിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് നടക്കില്ല. അവിടെ യേശു പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഇന്ന് പകൽ നമ്മുടെ കയ്യിലുള്ള വിശ്വാസം, നമ്മുടെ കയ്യിലുള്ള പ്രാർത്ഥന, നമ്മുടെ കയ്യിലുള്ള ആധികാരികമായ വചനത്തിൻ്റെ വെളിപ്പാടുകൾ, ഇതൊക്കെ ഒന്ന് കർത്താവിൻ്റെ മുമ്പിലേക്ക് നിരത്തിയിട്ട് പറ. കർത്താവ് വിശ്വസിക്കാൻ തയ്യാറാവണം. നമ്മുടെ കയ്യിൽ നിൻ്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. നിൻ്റെ ഉദ്ദേശങ്ങളെല്ലാം സാധിക്കുമെന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ഇന്ന് പകൽ ഉള്ളതും കൊടുക്കാമോ? ദൈവമേ, എന്നെ ഞാൻ മുഴുവനായി, എൻ്റെ കുടുംബത്തെ, എൻ്റെ അവസ്ഥകളെ എല്ലാം അങ്ങയുടെ മുമ്പാകെ നിരത്തുന്നു. അങ്ങ് വർദ്ധിപ്പിക്കുന്നവനാണ്. അങ്ങൊന്ന് കരത്തിലെടുത്താൽ മതി. യേശു അവരോട് ചോദിക്കുക, എന്തുണ്ട്? 5 അപ്പവും 2 മീനുമല്ലാതെ. ഹല്ലേലൂയ. 2 പേർക്ക് പോലും അത് തികയില്ല. പക്ഷേ തികയുക മാത്രമല്ല, വിളമ്പിയവരുടെ വീട്ടിലേക്കൂടെ കരുതാൻ കഴിവുള്ളവനാ ഇന്ന് പകൽ നമ്മളോട് സംസാരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇത് യേശു കയ്യിലെടുക്കുകയാണ്. ഇന്ന് പകൽ അവിടുത്തെ വചനം വിളിച്ചു പറയുന്നു, നീ അസാധ്യമെന്ന് പറയുന്നത് എങ്ങനെ നടക്കും? നേരം വൈകി എന്ന് പറയുന്നത്, ഇരുട്ട് തുടങ്ങിയെന്ന് പറയുന്നത്, ഇനിയൊന്നും കാണാൻ സാധ്യമല്ല, മടങ്ങിപ്പോകുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ചില വിഷയം ഈ പകൽ യേശു കരങ്ങളിലെടുക്കാൻ പോകുകയാണ്. യേശു കൈകളിലെടുത്താൽ അത് വർദ്ധിക്കും കേട്ടോ. നിൻ്റെ കയ്യിലിരുന്നപ്പോൾ അതിന് നീ പരിമിതി പറഞ്ഞില്ലേ? നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? നേരം വൈകിയെന്ന് പറഞ്ഞില്ലേ? ഇനിയൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന് പറയുമ്പോൾ ഒരുവൻ വിളിച്ചു പറയുന്നു, ഇരിക്കാൻ തയ്യാറാകൂ. എൻ്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കാൻ തയ്യാറാകൂ. ഇരിക്കുന്നവരെ ഞാൻ നിറയ്ക്കുന്ന ദൈവം യേശുവിൻ്റെ നാമത്തിൽ. ഇരിക്കുന്നവർ തൃപ്തിയാകും. മുട്ടുമടക്കാൻ തയ്യാറാകുമോ? യെസ്, എൻ്റെ പാദപീഠത്തെങ്കിൽ മറിയിരുന്നപ്പോൾ അവൾക്ക് നല്ല അംശം കൊടുക്കുവാൻ എൻ്റെ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, അവിടുന്ന് വിളിച്ചു പറയുന്നു, എൻ്റെ പാദപീഠത്തിങ്കൽ നിങ്ങൾ ഇരിക്കൂ. നേരം വൈകി, സത്യമാ. ഇരുട്ടുണ്ട്, സത്യമാ. 200 അസാധ്യങ്ങളുണ്ട്, അതും വളരെ സത്യമാ. പക്ഷേ നിങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അപ്പച്ച, അങ്ങേക്ക് കഴിയും, ഞങ്ങളെ മൊത്തം അങ്ങയുടെ കാര്യത്തിൽ തരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങളെ അവിടുന്ന് കരങ്ങളിലെടുക്കും. എങ്ങനെ പരിഹരിക്കണമോ? ഇരിക്കുന്നവർക്ക് വേണ്ടി ഒരുവൻ വിളിച്ചു പറയുന്നു, അവർക്ക് കൊടുപ്പീൻ, അവർക്ക് വിളമ്പിക്കൊടുപ്പീൻ. ഇരുന്നവരാരും നിരാശപ്പെട്ടിൽ. നോക്കൂ, 100 50 വീതം അവർ നിരനിരയായിരുന്നു. എന്നിട്ട് യേശു ആ 5 അപ്പവും 2 മീനും എടുത്തിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 5 വർദ്ധിക്കാൻ തുടങ്ങി. ഇന്നു പകൽ നിൻ്റെ കയ്യിലുള്ളതിനെ കൊണ്ട്
വർധനവിലേക്ക് നടത്താൻ. സ്തോത്രം. സരാപ്തിലെ വിധവയോടും അതല്ലേ പ്രവാചകൻ പറഞ്ഞത്? ഉള്ളത് കൊണ്ടുവരാൻ അവരാദ്യം വിസമ്മതിച്ചില്ലേ? ആകെ ഇതേ ഉള്ളൂ. പക്ഷേ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ അവർ ചെയ്യാൻ തയ്യാറായപ്പോൾ ഭരണിയിൽ എണ്ണ കൂടാൻ തുടങ്ങി. സ്തോത്രം. മാവ് കുറയാതിരിക്കാൻ ദൈവത്തിൻ്റെ മഹത്വത്തോടെ ഇറങ്ങുക. ഇഷ്ടം പോലെ ഈ പകൽ മറ്റൊരു ദൂതൂടെ ഞാൻ പറയട്ടെ. കടക്കാർ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് വിധവയായ ഒരു അമ്മ എലിശയോട് പറയുക, നിൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു, എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു, അവൻ നിൻ്റെ ദാസനായിരുന്നു. പ്രൈസ് ഗോഡ്. അവൻ ദൈവത്തിൽ വിശ്വസ്തനായിരുന്നു. പക്ഷേ എൻ്റെ കുടുംബം തകർച്ചയിലേക്ക് നീങ്ങാൻ പോകുക, വേദനയിലേക്ക് നീങ്ങാൻ പോകുക, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇല്ലാതാകാൻ പോകുക. പ്രവാചകൻ പറഞ്ഞു, ഇല്ലാതാക്കുന്ന ഒരു ദൈവത്തെ അല്ല നീ സേവിക്കുന്നത്. നീ വാതിലടയ്ക്കുക, നീ ഇരിക്കാൻ തയ്യാറാകുക, പകരാൻ തയ്യാറാകുക. നിൻ്റെ കയ്യിലുള്ളതിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം ഇന്നു പകൽ യേശുവിൻ്റെ കരത്തിൽ കൊടുക്കാൻ തയ്യാറാകൂ. ഒരു വലിയ വർധനവ് നിങ്ങളുടെ അകത്തേക്ക് വ്യാപരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നഷ്ടപ്പെട്ടത് ഇനി നടക്കത്തില്ലെന്ന് പറയുന്നത്, ഇനി ഒരു മടങ്ങി വരവില്ലെന്ന് പറയുന്നത് യേശുവിൻ്റെ കരത്തിലേക്ക് കൊടുക്കൂ. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. അവിടുത്തെ ശക്തി വ്യാപരിക്കാൻ പോകുക. സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ചിലത് പുറത്തു വന്നതുപോലെ. അതേ ലാസറിൻ്റെ കല്ലറയ്ക്കൽ യേശു അത് തന്നെയാണ് ചെയ്തത്. ചുറ്റും നിൽക്കുന്നവർ പറഞ്ഞ് നടക്കില്ല, നാറ്റം വെച്ചു. യേശു മേലോട്ട് നോക്കി പ്രാർത്ഥിച്ചു ലാസറെ പുറത്തു വരാൻ പറഞ്ഞപ്പോൾ പുറത്തു വന്നത് പ്രാർത്ഥനയുടെ ശക്തിയാൽ, ഉയരത്തിലെ ശക്തിയുടെ വ്യാപാരത്താൽ ഇന്ന് പകൽ നിങ്ങളിലേക്ക് ഒരു വർധനവ് വെളിപ്പെടുന്ന പകൽക്കാലമാണ്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. നിങ്ങൾ ആത്മാവിൽ സ്തോത്രം ചെയ്യൂ. ഇരിക്കാൻ തയ്യാറാകൂ. ഇരിക്കുന്നവർക്ക് ഇഷ്ടം പോലെ കൊടുക്കാൻ കഴിവുള്ളവനെയാ. അമർത്തി കുലുക്കി കൊടുക്കുന്നവനെയാണ് നമ്മൾ സേവിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ വലിയ ശക്തി നിങ്ങളുടെ അകത്തളങ്ങൾ ഇന്ന് പകൽ വ്യാപരിക്കുകയാണ്. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഞങ്ങളുടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, ഇല്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇങ്ങി കൊണ്ടുവരാൻ പറയുന്ന, എൻ്റെ അടുക്കിലേക്ക് വരുവീനെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇരുത്തുന്ന, അങ്ങയുടെ മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠകരമായ ചില കരുതൽ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു ആത്മീക വർധന വരട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയൊന്ന് വർദ്ധിക്കട്ടെ, ഞങ്ങളുടെ അഭിഷേകമൊന്ന് വർദ്ധിക്കട്ടെ, ഞങ്ങളുടെ വെളിപ്പാടുകളൊന്ന് വർദ്ധിക്കട്ടെ. ദൈവ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ തലമുറകളൊന്ന് വർദ്ധിച്ചു വരട്ടെ. ചിലർക്ക് കൊടുക്കത്തക്ക രീതിയിൽ, ചിലർക്ക് വിളമ്പിക്കൊടുക്കാൻ ഇന്ന് രാത്രി അസാധ്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ദൈവം യൂസ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ. അസാധ്യമെന്ന് പറഞ്ഞ ശിഷ്യന്മാരെ കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടം പോലെ കൊടുപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ നിങ്ങളെക്കൊണ്ട് അനേകർക്ക് കൊടുപ്പിക്കാൻ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കേണ്ടതുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കൂ. ഇരിക്കാൻ തയ്യാറാകൂ. ദൈവം നിങ്ങളെക്കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ഉള്ളത് ദൈവം ഭാഗം സമർപ്പിക്കൂ. കർത്താവ് അതിനെ ആത്മാവിൽ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.